ഓക്കെ, നമുക്ക് 3 ഡിപ്പാർട്ട്മെന്റ്, 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും 2 ഏത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന് കുറെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ്, ഓരോ സ്ഥലത്ത് വരുന്ന ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്. 7,000 in case of A, department A, then 6,000, 5,000, 1,000, 1,000. ഇത് ഡയറക്റ്റ് വേജ് ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലെ സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ എമൗണ്ട് മാത്രം നമ്മൾ ഡയറക്റ്റ് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കുറെ ബേസസ് തന്നിട്ടുണ്ട്. അതിലൊന്ന് എംപ്ലോയീസ്, ഒന്ന് എംപ്ലോയീസ് 200 നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് എംപ്ലോയീസ് ഡിപ്പാർട്ട്മെന്റ് എയിൽ എത്രയുണ്ട്, 200. ബിയില് 150, 150, 50, 50. ഇത് എന്തിനു വേണ്ടിയിട്ടാ, നമുക്ക് ചില എക്സ്പെൻസ്, ചില ഓവർ ഹെഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എന്തായിട്ട് എടുക്കണം, ബേസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇലക്ട്രിസിറ്റി ചാർജ് തന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി തന്നിട്ടുണ്ട്, കിലോ വാട്ടിലാണ് തന്നത്. 8,000, 6,000, 6,000, 2,000, 3,000. ദെൻ ലൈറ്റ് പോയിന്റ് തന്നിട്ടുണ്ട്, അസറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, ഏരിയ ഒക്കുപ്പൈഡ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്പെൻസസ് ഡ്യൂറിങ് ദി ഇയർ, ഇവിടെ വന്നിട്ടുള്ള കുറെ എക്സ്പെൻസസ് ആണ്. ഈ എക്സ്പെൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്യണം. ഓക്കെ, ആദ്യം അപ്പോർഷൻ ചെയ്യണം, പിന്നെ റീ അപ്പോർഷൻ ചെയ്യണം. അപ്പോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എയിലേക്കും ബിയിലേക്കും സിയിലേക്കും എക്സിലേക്കും വൈയിലേക്കും നമ്മൾ അയക്കണം. അതിന് റീ അപ്പോർഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, എക്സിലെയും വൈയിലെയും എടുത്തിട്ട് എങ്ങോട്ട് വിടുക, എയിലേക്കും ബിയിലേക്കും സിയിലേക്കും വിടണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഫിനിഷ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കൂടി വേണം. എക്സ്പെൻസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോഴ്സ് ഓവർ ഹെഡ് ഉണ്ട്, മോട്ടീവ് പവർ ഉണ്ട്, ഇലക്ട്രിക് ലൈറ്റിംഗ് ഉണ്ട്, ലേബർ വെൽഫെയർ ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, റിപ്പയേഴ്സ് ഉണ്ട്, ജനറൽ ഓവർ ഹെഡ് ഉണ്ട്, റെന്റ് ആൻഡ് ടാക്സ് ഉണ്ട്. അപ്പൊ ഇനി നിങ്ങളോട് പറയുന്നത് അപ്പോർഷൻ ദി എക്സ്പെൻസസ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ്. ഓക്കെ, അപ്പോർഷൻ ദി എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ് in the ratio of 4:3:3. ഈ റേഷ്യോയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എക്സിൽ വരുന്ന എക്സ്പെൻസ് ഇല്ലേ, സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സിൽ വരുന്ന എന്ത് ചെയ്യണം, എക്കും ബിക്കും സിക്കും ഈ റേഷ്യോയിൽ കൊടുക്കണം. ആൻഡ് ദാറ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വൈ, ഇൻ കേസ് ഓഫ് വൈ it should be in proportion to ഡയറക്റ്റ് വേജസ്. ഏതിലാ കൊടുക്കേണ്ടത്, ഡയറക്റ്റ് വേജസിന്റെ പ്രൊപ്പോർഷനിൽ. നോക്കാം, വൈന്റെ കേസിൽ ഡയറക്റ്റ് വേജസിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഏതാ, 7,000, 6,000, 5,000. ഈ പ്രൊപ്പോർഷനിലാണ് എന്ത് ചെയ്യേണ്ടത്, വൈയിൽ വരുന്ന ഓവർ ഹെഡിനെ നിങ്ങൾ റീ അപ്പോർഷൻ ചെയ്യേണ്ടത്. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മള് ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ അപ്പോർഷൻ ചെയ്യും, പിന്നെ റീ അപ്പോർഷൻ ചെയ്യും. അപ്പൊ ഐറ്റംസിൽ ഫസ്റ്റ് നമ്മൾ ഐറ്റം എഴുതുന്നു. ഫസ്റ്റ് ഐറ്റം എന്താണ്, ഡയറക്റ്റ് വേജസ് അല്ലെ, ഡയറക്റ്റ് വേജസ്. ഓക്കെ, അതിന്റെ ബേസ് എന്താണ് എടുക്കുന്നത്, ഡയറക്റ്റ് മെത്തഡാ. ഓക്കെ, ഡയറക്റ്റ് അലോക്കേഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, വേജസിനെ ഡയറക്റ്റ് ആയിട്ട് അലോക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോർഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് പറഞ്ഞയക്കില്ല. ക്ലിയർ അല്ലെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉണ്ടാവില്ല. നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക്, സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള എക്സിലേക്കും വൈയിലേക്കാണ് പറഞ്ഞേക്കുക. എത്ര എക്സിലും വൈയിൽ വരുന്നത്, 1,000. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും, 2,000 ആയിരിക്കും അല്ലെ. ടോട്ടൽ 2,000. എക്സിലേക്ക് എത്ര പോവും, 1,000 എക്സിലേക്കാണ്, then 1,000 വൈയിലേക്കാണ്. ഓക്കെ, ഇത് ഡയറക്റ്റ് അലോക്കേഷൻ ആണ് നടത്തിയത്. അടുത്ത ഐറ്റം ഏതാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ ഇതും എന്ത് തന്നെയാണ്, ഡയറക്റ്റ് അലോക്കേഷൻ തന്നെയാണ് അല്ലെ, ഡയറക്റ്റ് അലോക്കേഷൻ തന്നെയാണ്. ഓക്കെ, ടോട്ടൽ എത്രയാണ് വരുന്നത്, 2,500. ഓക്കെ, 2,500 ആണ് വരുന്നത്. ഇത് എയിലും ബിയിലും സിയിലും പോവോ, നോ, ഇത് എക്സിലും വൈയിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ. അപ്പൊ എക്സിന് എത്രയാണ് വരുന്നത്, 1,500. വൈക്ക് എത്രയാണ് വരുന്നത്, 1,000 ആയിരിക്കും അല്ലെ, 1,000. അപ്പൊ നമ്മൾ ഡയറക്റ്റ് അലോക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഇനി ഏതാണ് ഐറ്റം,
ഇനി സ്റ്റോഴ്സ് ഓവർ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കുറെ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. അതിലൊന്നാണ് സ്റ്റോഴ്സ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ സ്റ്റോഴ്സ് ഓവർ ഹെഡ് ഓക്കെ, അത് എന്താണ് നമ്മൾ അതിനെ ബേസ് ആയിട്ട് എടുക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ ഓക്കെ. ടോട്ടൽ സ്റ്റോഴ്സ് ഓവർ ഹെഡ് എത്രയാണ്? 400 ആണ് അല്ലെ? 400. ഇപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ നിങ്ങളൊന്ന് വായിച്ചേ. ക്വസ്റ്റ്യനില് ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാ? ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നത് 3000, 2500, 2000, 1500, then 1000 അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ 500 കൊണ്ട് കട്ട് ചെയ്തിട്ട് പ്രൊപ്പോർഷൻ ആക്കാൻ പറ്റും അല്ലെ? ഇപ്പൊ ഇത് 30:25:20:15:10 അങ്ങനെ വേണം കട്ട് ചെയ്യാം. ഇനി 5ന്റെ ബേസിലാണെങ്കിൽ 500 വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു റേഷ്യോ ബിൽഡ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എയിലേക്ക് എത്ര പോവും? 120 പോവും. ഡിപ്പാർട്ട്മെന്റ് ബിയിലേക്ക് എത്ര പോവും? 100 പോവും. സിയിലേക്ക് എത്ര പോവും? 80. Then in case of X 60. Then Y 40. Okay. The next item, motive power. ഓക്കെ, ഏതാണ് നമ്മൾ ബേസ് എടുക്കാൻ പോകുന്നത്? ഏതാ? ഓക്കെ, കിലോ വാട്ട് ആണ് അല്ലെ? കിലോ വാട്ട്. അപ്പൊ കിലോ വാട്ടും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനകത്ത് പ്രപ്പോർഷൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രപ്പോർഷനിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ എത്ര വന്നിരിക്കുന്നത്? 1500. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 480, then 260, okay, 360 again, then 120, 180. ഓക്കെ, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എക്സ്പെൻസ് ഏതാണ്? ലൈറ്റിംഗ്. എന്താണ്? നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് അല്ലെ? നമ്പർ ഓഫ് ഓക്കെ, ടോട്ടൽ എത്രയാണ് വന്നിരിക്കുന്നത്? 200. അപ്പൊ ലൈറ്റ് പോയിന്റ് ബേസിൽ നമ്മൾ 200 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എയിൽ ബിയിൽ സിയിൽ അല്ലെ? എത്ര വരിക? 40, 60, 20. ഓക്കെ, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ലേബർ വെൽഫെയർ. ഓക്കെ, എത്ര വരുന്നത് ലേബർ വെൽഫെയർ? ടോട്ടൽ എത്ര വരുന്നത്? 3000. ഓക്കെ, ബേസ് നമ്പർ ഓഫ് എംപ്ലോയീസ്. ഓക്കെ, നോക്കിയേ, ലേബർ വെൽഫെയറിന് നമ്മൾ ബേസ് എടുത്തിരിക്കുന്നത് ഏതാണ്? നമ്പർ ഓഫ് എംപ്ലോയീസ്. ഓക്കെ, ടോട്ടൽ എത്രയാണ്? 3000. അപ്പൊ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ബേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എത്ര ഉണ്ടാവും? 1000. ഓക്കെ, 750, 250. The next item, next expense, depreciation. The value of asset ആയിരിക്കും അല്ലേ? Value of or asset value അല്ലേ? ടോട്ടൽ എത്രയാണ് വന്നത്? 6000 ആണ്. അപ്പം അസറ്റ് വാല്യൂവിന്റെ പ്രൊപ്പോർഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2500, 1500, 1000, 500. The next item, repairs and maintenance. എത്ര വരുന്നത്? ബേസ് എന്താണ് വരിക? അസറ്റ് വാല്യൂ. വാല്യൂ ഓഫ് അസറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് ബേസ് ആയിട്ട് എടുക്കുന്നത്. എത്ര വരുന്നത്? ടോട്ടൽ എത്രയാ? 1200. സോ ബേസ് വെച്ചിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്ര വരും? 500, 300, 200, 100. Then next item, general overhead. Okay, general overhead. Okay, base material ആണോ? Direct wages. Direct base, sorry. Okay, direct wages. Total എത്ര വന്നത്? 10,000. Okay, distribute ചെയ്ത് കഴിഞ്ഞാൽ 3,500, 3,500,
3000, 2500, 2500, 500, 500, 500. 500. Then അടുത്ത ലാസ്റ്റ് ആയിട്ട് അല്ലേ? Rent and tax. ഓക്കെ. റെന്റ് ആൻഡ് ടാക്സ്. എത്ര ബേസ് എന്താണ്? Area. ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെന്റ് ആൻഡ് ടാക്സ് ചെയ്യുന്നത്. എമൗണ്ട് എത്രയാ? 600. 600. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 200, 200, 150, 150, 150, 50, 50 ആൻഡ് 50 അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് തന്നിരിക്കുന്ന എക്സ്പെൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ടോട്ടൽ ഫൈൻഡ് ചെയ്യാണ്. നമ്മളൊരു ടോട്ടൽ കൊടുക്കുന്നു. ഏതായിട്ടാ? ഇല്ല അത് സെലക്ടഡ് ആണ്. ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് എക്സ് 4100 3640 അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കിയാ നമ്മളിപ്പോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ എക്സിൽ വന്നിരിക്കുന്ന, അതായത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് വന്നിരിക്കുന്ന എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യണം? എടുത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലെ? ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ്. എക്സ്പെൻസസ് ഓഫ് എക്സ്. ഓക്കെ. എക്സ്പെൻസസ് ഓഫ് എക്സ് അല്ലേ? എക്സ്. ഓക്കെ. എത്ര? നമ്മള് ബേസ് എത്രയാണ് എടുക്കുന്നത്? ഓക്കെ. 4:3:3. ഇത് ക്വസ്റ്റ്യനിൽ തന്നല്ലേ? ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇതാ എവിടെയാണ് എടുക്കുന്നത് അല്ലെ? അപ്പൊ 4:100 നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് ഒഴിവാക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഒന്നുകിൽ എനിക്ക് ബ്രാക്കറ്റ് ചെയ്യാം ഇതിനെ. ഓക്കെ. 4:100 ഞാനിങ്ങനെ ബ്രാക്കറ്റ് ചെയ്തിട്ടു. ഇതിന്റെ അർത്ഥം എന്താ? മൈനസ് ചെയ്തു എന്ന് തന്നെ ഇതിന്റെ അർത്ഥം. ഓക്കെ. 4:100 മൈനസ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോവാ? എയിലേക്കും ബിയിലേക്കും സിയിലേക്കും. ഏത് റേഷ്യോയിൽ? 4:3:3. ഓക്കെ. ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ നിങ്ങൾ നോക്കണ്ട. 4:3:3 പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എക്സ്പെൻസ് ഓഫ് എക്സ് ഇവിടെയുള്ള 4:100 നമ്മള് മൈനസ് ചെയ്തിട്ട് നമ്മൾ എയിലേക്കും ബിയിലേക്കും സിയിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഏത് റേഷ്യോയിൽ? 4:3:3. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാണ്. അതേപോലെ ഡിപ്പാർട്ട്മെന്റ് വൈയിലുള്ള 3640 മൈനസ് ചെയ്തിട്ട് എയിലേക്കും ബിയിലേക്കും സിയിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഓൺ ദ ബേസ് ഓഫ് ഡയറക്റ്റ് വേജ്. That is 7:6:5. Then find the total. So you can see the cost of x and y completely exhausted അല്ലേ? അത് മുഴുവനായിട്ട് നമ്മൾ എക്സോസ്റ്റ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്? സർവീസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ് ആണ് എന്ത്? റീ അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ?